ഡൽഹിയിൽ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ചു. വിവിധ രാജ്യങ്ങളുടെ എംബസികളിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടാതെ മതരാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ചടങ്ങിന്റെ ഭാഗമായി. ബിജെപി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണിയും CBCI ആസ്ഥാനത്തെത്തി അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. CBCI ആസ്ഥാനത്ത് നടന്ന അനുസ്മരണ ചടങ്ങിൽ വിവിധ രാജ്യങ്ങളുടെ എംബസികളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. We are here to indeed celebrate the hope that is in our hearts. And it was Pope Francis himself who gave us this theme that we are pilgrims of hope that we remember during this year 2025, which we celebrate in the Catholic Church as the Jubilee year. And we thank God that today his pilgrimage has come to an end on this earth, but he has realized the hope with which he lived right from the day he was born up to his last breath this morning, and the hope that he has left for us. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത അനുസ്മരണ ചടങ്ങിൽ IHRDS ഇന്ത്യ അധ്യക്ഷനും ആധ്യാത്മിക ആചാര്യനുമായ സ്വാമി ആത്മനമ്പി, BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി എന്നിവരും പങ്കെടുത്തു. ഭാരതത്തിലെ ക്രൈസ്തവർക്കും ലോകത്തിലെ എല്ലാ കത്തോലിക്ക ക്രൈസ്തവ സമൂഹത്തിലുള്ള എല്ലാവർക്കും വലിയൊരു ഷോക്കായിരുന്നു. കത്തോലിക്കരുടെ സ്പിരിച്വൽ നേതാവ് മാത്രമല്ലായിരുന്നു, ഇന്ന് ഒരു ഗ്ലോബൽ ലീഡറും ആഗോള നേതാവും ഒരു ഗ്ലോബൽ സ്റ്റേറ്റ്സ്മാനും എല്ലാം ഒരുപാട് നാളായിട്ടാണ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയായിട്ട് വ്യക്തിപരമായ നല്ല അടുപ്പമുള്ളൊരു വ്യക്തിയായിരുന്നു. കഴിഞ്ഞ വർഷവും G7 സമ്മിറ്റിൻ്റെ സൈഡ് ലൈനിൽ അവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 9 ദിവസത്തെ ദുഃഖാചരണത്തിനാണ് CBCI ആഹ്വാനം ചെയ്തത്. വിശ്വാസികൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കായി പ്രാർത്ഥിക്കണമെന്നും സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്ന ദിവസം ആദരസൂചകമായി രാജ്യത്തെ കത്തോലിക്ക സ്ഥാപനങ്ങൾ ഒരു ദിവസം അടച്ചിടുവാനും CBCI നേതൃത്വം അഭ്യർത്ഥിച്ചു. ജനം, ഡൽഹി.